ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ്നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. നമ്മളുടെ ജീവിതം ഇന്നെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കെ ചിലരുടെ ജീവിതത്തിൽ പൈസ വരുത്തുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും. മലപ്പുറം കിച്ചൺ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മലപ്പുറം താത്ത, അല്ലെങ്കിൽ മലപ്പുറം വടക്കിനി, അങ്ങനെയൊക്കെ ഒരുപാട് ചാനലുകൾ നമ്മൾക്ക് ഉണ്ടെങ്കിലും അതിലേറ്റവും സൂപ്പർ ഹിറ്റായിട്ടുള്ളത് നമ്മളെ മലപ്പുറം താത്തയുടെ ചാനൽ തന്നെയാണ്. മലപ്പുറം താത്തയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണ്. അയാൾ പുല്ല് വെട്ടാൻ പോകാറുണ്ട്. അത് കൂടാതെ ജ്യൂസ് കച്ചവടക്കാരനാണ്. സീസണലായിട്ട് അങ്ങനെയുള്ള ജോലികളിൽ ഏർപ്പെടുന്നു. ഇവരാണെങ്കിൽ വളരെ 100% അയാൾക്ക് വിധേയപ്പെട്ട വീട്ടമ്മ, 3 മക്കള്, ഒരു കുഞ്ഞു സ്വർഗം എന്ന് തന്നെ പറയാം. ഭംഗിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കെ അതുവരെ അവർക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് യൂട്യൂബ് കടന്നു വന്നു. യൂട്യൂബ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം എന്ന് പറയുന്നത് നിസ്സാര മാറ്റമൊന്നും അല്ലായിരുന്നു. കാരണം മറ്റ് മലപ്പുറം ബേസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ചാനലുകൾ, അതായത് ഇങ്ങനെയുള്ള ചാനലുകളിൽ ചിലർ ഒരു 50% സ്വയം മുഖം കാണിക്കുകയൊന്നും ചെയ്യുന്നില്ല. ഈ മലപ്പുറം ഈ താത്തയുടെ ഈ ചാനലും അതെ, അവരൊരിക്കലും മുഖം കാണിക്കുന്നില്ല. കയ്യോ കാലോ ഒന്നും അധികം എക്സ്പോസ് ചെയ്യാതെ തന്നെ വളരെ ഭംഗിയായിട്ട് മുഖം കെട്ടിയും തലയിൽ തട്ടുകിട്ടും അവർ വീഡിയോ ചെയ്യുന്നു. ആ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയത്തിൻ്റെ കാരണം അവരുടെ ആ ഒരു പഴയ സ്ലാങ്ങിലുള്ള, നാടൻ സ്ലാങ്ങിലുള്ള വർത്താനം, പിന്നെ അവരുടെ വ്ളോഗ് അവതരണ ശൈലി, വ്ളോഗിലുള്ള അവരുടെ ലൈവായിട്ടുള്ള പ്രസൻസ്, അങ്ങനെ അവർക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കി കൊടുത്തു. സ്വാഭാവികമായിട്ട് യൂട്യൂബ് ഒരു വരുമാനോപാധിയാണല്ലോ. അപ്പോൾ പൈസ കൂടുതൽ വരുമ്പോൾ രണ്ട് ഭാഗങ്ങളുണ്ട്. ഭർത്താവ് വളരെ കർശനക്കാരനായിട്ടുള്ള, എന്നാൽ കുടുംബത്തെ അത്രമാത്രം സ്നേഹിക്കുന്ന കഠിനാധ്വാനിയായിട്ടുള്ള 100% വളരെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ. ഇപ്പുറത്ത് അതുവരെ ഒതുങ്ങി നിന്നിരുന്ന ഭാര്യയുടെ ജീവിതത്തിൽ യൂട്യൂബ് വരുത്തുന്ന മാറ്റങ്ങളോ അവരുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസോ ഒന്നും ഇയാളെ ബാധിക്കുന്നില്ല. ഇയാൾ ചെയ്യുന്നത് വളരെ ദിനചര്യ പോലെ അയാളുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, ഇപ്പുറത്താണെങ്കിൽ പൈസ വന്നപ്പോൾ കാറ് വാങ്ങുന്നു, അതിന് വണ്ടി ഓടിക്കാനായിട്ട് പഠിക്കുന്നു. അപ്പോൾ പിന്നെ എല്ലാത്തിനും വണ്ടി എടുത്ത് കളയാം, കുട്ടികളെയും കൊണ്ട് യാത്രയാവാം. ഭർത്താവ് അതിന് പക്ഷേ കാര്യമായിട്ട് സഹകരിക്കുന്നില്ല. നീ പോയിക്കോ എന്ന് പറയണു. എന്നാലും അയാൾ ഒരു 50% അവർക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്. ആ സ്വാതന്ത്ര്യം അവളെ മിസ്യൂസ് ചെയ്യുന്ന രീതിയിൽ ആ കാർ ഒരുപാട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പായിക്കുമ്പോൾ അവർ ഉൾപ്പെടുന്ന ഒരു സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അത്തരം ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ അയാളാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് തന്നെ സമുദായത്തിനും പള്ളിക്കുമൊക്കെ വിധേയനായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഇത്തരം ചെയ്യപ്പെടലുകൾ അയാളിൽ അതുവരെയുള്ള അയാളുടെ ആ ഭംഗിയുള്ള അച്ചടക്കമുള്ള ആ ജീവിതത്തിൽ ഭംഗം വരുത്തി. അത് അയാൾ വീട്ടിൽ പ്രകടിപ്പിക്കുമല്ലോ ഭാര്യയോട്, നീ നാളെ തൊട്ട് ഇങ്ങനെ ചെയ്താൽ മതി, ഒരു പ്രാവശ്യം പുറത്ത് കൊണ്ടുപോയാൽ മതി, അങ്ങനെയൊക്കെയുള്ളൊരു സ്ട്രിക്റ്റ്. കാരണം അയാളുടെ പേരിലാണ് വണ്ടി. സ്വാഭാവികമായിട്ട് അതുവരെ ആ ഒരു യൂട്യൂബ് എന്നുള്ള ആ ഒരു അതിൻ്റെ മീറ്റിങ്ങുകൾക്ക് പോകാനും സഹ യൂട്യൂബേഴ്സിൻ്റെ കല്യാണങ്ങൾക്ക് പോകാനും ഒക്കെ വളരെ ഭംഗിയായിട്ട് തുള്ളിച്ചാടി നിൽക്കുന്ന ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ ഈ കൺട്രോൾ തീരെ അവർക്ക് ദഹിച്ചില്ല. അതിനെ പറ്റിയിട്ടുള്ള അവരുടെ വർത്താനവും ബഹളവും കാറ് വെറുതെ കിടക്കുന്നതിൻ്റെ അവരുടെ ആ ഒരു ഡിപ്രഷനും ഒക്കെ കൂടിയായിപ്പോൾ ആദ്യത്തെ പിണങ്ങിപ്പോക്ക് അവിടെ സംഭവിക്കുകയാണ്. ആ പിണങ്ങിപ്പോക്ക് അധികം നാൾ നീണ്ടു നിന്നില്ല. 1-2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ അവർ തിരിച്ചു വരുന്നു. അയാളും അവരെ അംഗീകരിക്കുന്നു. അങ്ങനെ വീണ്ടും അവരുടെ ജീവിതം ഇങ്ങനെ തുടർന്ന് പോകുമ്പോൾ ആ ഒരു അലസോരങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ വീണ്ടും ഉയർന്നു വരുന്നു. രണ്ടാമത്തെ പിണങ്ങിപ്പോക്ക് അതൊരു 1-1.5 പിണങ്ങിപ്പോക്കായി മാറി. ഒരു 4-4.5 മാസം അവർക്ക് അവരുടെ വീട്ടിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ. എന്നാൽ പിന്നെ ഇങ്ങനെ ഡിപ്രഷനായിട്ട് ജീവിതം അല്ലെങ്കിൽ കുടുംബത്തിൽ സ്വൈരം നഷ്ടപ്പെടുമ്പോൾ, 3 കുട്ടികൾക്ക് വിഷമങ്ങൾ വരുമ്പോൾ അയാൾ പറയാണ്, എന്നാൽ പിന്നെ നീ നിൻ്റെ വീട്ടിലേക്ക് പോയിക്കോ. അയാൾ അവരുടെ അമ്മയെ വരുത്തി അവരെ വീട്ടിലേക്ക് തിരിച്ചയക്കുകയാണ്. അയാളുടെ ആ പക്വതാപരമായിട്ടുള്ള കാര്യം, അയാൾ അടിക്കാനോ കുത്താനോ ഒന്നിനും നിന്നില്ല. 2 പെൺകുട്ടികൾ ഉൾപ്പെടുന്ന അയാളുടെ ആ ജീവിതത്തിൽ ഭാര്യ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, അതായത് കാർ എടുക്കുന്നതിനെ പറ്റി നിസ്സാരമായ പ്രശ്നങ്ങളായിരിക്കും, അത് ഉയർത്തിയപ്പോൾ അയാൾക്ക് അയാളുടെ ഒരു ദിനചര്യക്കുള്ള ഭംഗം വരുമ്പോൾ അയാൾ അവരെ, എന്നാൽ പിന്നെ സമാധാനമായിട്ട് അവിടെ നിന്നോട്ടെ, ഞാനും മക്കളും ഉൾപ്പെടുന്ന ഈ കാര്യത്തിൽ ഞാൻ കഷ്ടപ്പെട്ട് അവരെ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ അവരെ കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. ആ ഒരു 4.5 മാസക്കാലം അയാളുടെ ഹസ്ബൻഡ് അവർക്ക് കൊടുത്തൊരു ശിക്ഷയാണത്. കാരണം അവരെന്ന് പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ പ്രൈം കൺസേൺ എന്ന് പറയുന്നത് ഈ 3 കുട്ടികളാണ്. ഈ 3 കുട്ടികളെ വേർപിരിച്ചിട്ടാണ് ഈ 4.5 മാസം അവരുടെ വീട്ടിൽ കൊണ്ട് നിർത്തുന്നത്. അവരുടെ വീട്ടിൽ അവർ സന്തോഷവതിയായിട്ടൊക്കെ അഭിനയിച്ചാലും ഉമ്മ ഉണ്ട്, ആങ്ങളയുണ്ട്, അതാണ് ആങ്ങളമാരുടെ വീട് എന്നൊക്കെ പറഞ്ഞ് അവർ അഭിനയിച്ചാലും അവരുടെ ഉള്ളിലുള്ള സങ്കടം അവരുടെ 3 മക്കളാണ്.
തീർച്ചയായിട്ടും ഈ ഇത്രയും പാവപ്പെട്ട ഒരു കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്കാരൻ്റെ ആ ഒരു അയാൾ ദേഷ്യപ്പെടാനോ തല്ലാനോ കൊല്ലാനോ വന്നു നിന്നില്ല. അയാളുടെ ജീവിതത്തിൽ ആ അച്ചടക്കം വിട്ടുപോയി ഭാര്യ കാരണം എന്ന് തോന്നിയപ്പോൾ അയാൾ അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ ഒരു 4.5 മാസം മാറ്റി നിർത്തുകയാണ്. മക്കളില്ലാതെ ഒരു അമ്മ എങ്ങനെ പെടയണ മനസ്സോടുകൂടി ആ 4.5 മാസം കഴിച്ചു. അത് അയാളുടെ ഒരു ശിക്ഷയാണ്. തീർച്ചയായിട്ടും ആ ഒരു 4.5 മാസം അവരുടെ പല കാര്യങ്ങൾക്കും അവർ തടയിടാൻ തുടങ്ങി. കാറില്ലെങ്കിലും വേണ്ടില്ല, വേറെ ഒരു പ്രശ്നങ്ങളില്ലെങ്കിലും വേണ്ടില്ല, യൂട്യൂബ് ഇങ്ങനെ സൈഡായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയാൽ മതി, എൻ്റെ മക്കളെ കണ്ട് എനിക്ക് ജീവിച്ചാൽ മതി എന്നുള്ളൊരു മാനസിക അവസ്ഥയിലേക്ക് അവരെ എത്തിക്കാനായിട്ട് അയാൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു മീഡിയേറ്റർ, അതായത് ഗൾഫിലുള്ള ഒരു ആങ്ങളവരനോടുകൂടി അവരെ വീണ്ടും കൊണ്ട് ആക്കിയിട്ടുണ്ട്. എന്തൊക്കെയായാലും അവർ തമ്മിലുള്ള ആ ഒരു 4.5 മാസത്തെ അകൽച്ചയ്ക്ക് കാരണമായിട്ടുള്ള പല കാര്യങ്ങളും യൂട്യൂബ് അല്ലെങ്കിൽ കാറ് എന്നൊക്കെ അവർ പറഞ്ഞതാണെങ്കിലും അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 4.5 മാസത്തെ അകൽച്ച ആ മക്കളെ നമുക്ക് നോക്കാതെ അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ അന്വേഷിക്കാതെ 4.5 മാസം ഒരു വീട്ടമ്മ ആ വീട്ടിൽ നിന്ന് മാറി നിന്ന് വേറൊരാളുടെ ഒരു മീഡിയേറ്ററിൻ്റെ, അതിപ്പോൾ സഹോദരൻ്റെ ആവാം അമ്മാവൻ്റെ ആയാലും ആരുടെയെങ്കിലും സഹായത്തോടു കൂടി വീണ്ടും ആ വീട്ടിലേക്ക് കയറി പറ്റുമ്പോൾ പഴയ പോലെ അവരുടെ മനസ്സ് സന്തോഷമായിട്ടിരിക്കാനോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികളിൽ അവർ ഊർജ്ജസ്വലയായിട്ട് മുഴുകാനോ ആദ്യം കുറച്ച് നാളൊക്കെ കഴിഞ്ഞു എന്ന് തന്നെ വരില്ല തീർച്ചയായിട്ടും. കാരണം ആ മക്കളും ഭർത്താവും ഈ 4.5 മാസക്കാലം അവരുടെ ജീവിതത്തിന് വേറൊരു ചിട്ട വരുത്തിയിട്ടുണ്ടാവും. ഈ അമ്മയില്ലാത്ത അല്ലെങ്കിൽ ഭാര്യയില്ലാത്തൊരു ലൈഫ് അവർ ചിട്ടപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടാവും. അതിൽ അവർക്ക് അയാളും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. ഈ 2 പെൺകുട്ടികളാണ്. അയാൾക്ക് ആ വീടിനെ രാവിലെ എണീറ്റ് കൃത്യമായിട്ട് ഇവർ ശ്രദ്ധിക്കണ പോലെ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. എങ്കിലും മൂത്ത പെൺകുട്ടി അത്യാവശ്യം വലിയ കുട്ടിയാണ്. അപ്പോൾ അവർ ആ ലൈഫ് ഇങ്ങനെ ചിട്ടപ്പെടുത്തി അമ്മയില്ലാത്ത ആ വീടിനെ എങ്ങനെ ചിട്ടപ്പെടുത്തി കൊണ്ടുപോകാമെന്ന് അയാളും മക്കളും കൂടിയിട്ടുള്ള ആ ഒരു ചിട്ട അവിടെ ഒരു 4.5 മാസക്കാലം നിലവിൽ വന്നതാണ്. അതിൻ്റെ ഉള്ളിലേക്ക് അമ്മ വീണ്ടും മാപ്പ് പറഞ്ഞ് സഹോദരൻ്റെ ആ ഒരു മീഡിയേഷനിലൂടെ കയറി ചെല്ലുമ്പോൾ എല്ലാം പണ്ടത്തെ പോലെ ഹായ് ബായ് എന്ന് പറഞ്ഞ് സിനിമയിലെ പോലെ കെട്ടിപ്പിടുത്തങ്ങളോ വൈകാരിക മുഹൂർത്തങ്ങളോ ഒന്നും അവിടെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. മറിച്ച് കുറച്ച് ഒരു കാർമേഘം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉരുണ്ടുകൂടും. അത് കുറച്ച് നാളെങ്കിലും അവിടെ പെയ്ത് തീരാതെ ഇങ്ങനെ നിൽക്കും. സാവധാനം അതൊക്കെ നീങ്ങും. പക്ഷെ ഇവർക്ക് പഴയ പോലെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഉപാധികളോടെ ആയിരിക്കും ഇവരെ അയാൾ അവിടെ കയറ്റിയിട്ടുണ്ടാവുക. പ്രത്യേകിച്ച് യൂട്യൂബിൻ്റെ കൺട്രോൾ, അതായത് കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ പഴയ പോലെ വ്ളോഗ് ചെയ്യേണ്ട, കാർ എടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ അത് നമ്മൾ വിചാരിക്കുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ഉപാധികൾ അവർ വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഒരു വീട്ടിൽ നിന്ന് നമ്മളുടേതായിട്ടുള്ള ഡിപ്രഷനോ അല്ലെങ്കിൽ മാനസിക പ്രയാസങ്ങളൊക്കെ ഒരു കുടുംബത്തിലെ ഒരു കുടുംബിനി കാണിക്കുമ്പോൾ ആ കുടുംബം എത്രമാത്രം എന്താ പറയുക അലസോരപ്പെടും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഭർത്താവും ഭാര്യയും തമ്മിൽ നിരന്തര വഴക്കുകൾക്കിടയിൽ 3 കുട്ടികൾ നിൽക്കുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ ആ കുട്ടികളിൽ ബാധിക്കുമെന്ന് തോന്നിയപ്പോൾ ഇത്രയും വിദ്യാഭ്യാസം ഇല്ല അല്ലെങ്കിൽ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ ഒരു ഗ്രഹനാഥൻ്റെ കൈയടക്കമുള്ള പ്രവൃത്തി അയാളുടെ ഭാര്യയുടെ അമ്മയുടെ കയ്യിൽ പറഞ്ഞയച്ച് വിടുകയാണ്. അവൾ അവിടെ ടെൻഷൻ മാറണവരെ നിൽക്കട്ടെ, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. എന്തൊരു ഭംഗിയാണ് അല്ലേ അയാൾ ചെയ്ത കാര്യത്തിന്. അയാൾ അവരെ ചീത്ത പറയാനോ ബഹളം വയ്ക്കാനോ അല്ലെങ്കിൽ ഒരു ഡിവോഴ്സിനോ ഒന്നും പോയില്ല. അയാൾ ഭംഗിയായിട്ട് അവരുടെ വീട്ടിൽ നിന്ന് അവർ ജീവിതം പഠിച്ച് അവർക്ക് ഇനി എൻ്റെ മക്കളുടെ അടുത്ത് എത്തിയാൽ മതി, ദൈവമേ എനിക്ക് ആ വീട്ടിലൊന്ന് കയറി പറ്റിയാൽ മതി എന്നുള്ള രീതിയിൽ ആ ഒരു അവസ്ഥയിലേക്ക് അവരെത്തിപ്പെടണവരെ അയാൾ ക്ഷമയോടുകൂടി അയാൾ ഒരിക്കലും ഭാര്യ വീട്ടിൽ നിന്ന് താണുകയാണ് അപേക്ഷിക്കാനോ എൻ്റെ മക്കൾ ഇങ്ങനെ നമ്മൾ ശരിയാവണില്ല, നമ്മുടെ രാവിലെയൊക്കെ എണീറ്റ് അവരെ നോക്കാൻ എനിക്ക് പറ്റുന്നില്ല, നീ വരണമെന്ന് താഴാനോ ഒന്നും പോയില്ല. അയാളുടെ ആ ഒരു വ്യക്തിത്വത്തിൻ്റെ മൂല്യം, അയാളുടെ അധ്വാനം, അയാളുടെ ജീവിതം, അയാൾ അതുവരെ എന്ത് റുട്ടീനിലാണോ പോയത് ആ റുട്ടീനിൽ തന്നെ അയാൾ പോവും. അയാൾക്ക് ഈ കാറോ സെലിബ്രിറ്റി സ്റ്റാറ്റസോ ഒന്നും എഫക്റ്റഡ് ആവുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ കുറവേ കിട്ടുള്ളൂ. അയാൾ മദ്യപാനിയല്ല, പുകവലി ഉള്ള ആളല്ല, വളരെ 100% അത്തരം ലഹരിയൊന്നും ഉപയോഗിക്കാത്ത നല്ലൊരു ഗ്രഹനാഥൻ. 3 മക്കൾ, ഈ ഭാര്യ ഉൾപ്പെടുന്ന ആ ഒരു സ്വർഗം പോലുള്ള കുടുംബത്തിൽ ഭാര്യയുടെ ഒരു യൂട്യൂബർ എന്നുള്ള ആ ഒരു സ്ഥാനം വരുത്തിയ ചില്ലറ അലസോരങ്ങൾ അയാൾ കൈകാര്യം ചെയ്യുന്ന രീതി, അയാളൊരു മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്ത് പോയിട്ടോ അല്ലെങ്കിൽ വേറൊരാളുടെ അടുത്ത് സഹായം തേടിയിട്ടോ ഒന്നുമല്ല. അയാളുടേതായിട്ടുള്ളൊരു ചിട്ട വെച്ചു. ഭാര്യയുടെ വീട്ടിൽ പോയി ടെൻഷനൊക്കെ തീർത്ത് വരട്ടെ, ഞാനും മക്കളും ഇങ്ങനെ ജീവിക്കും,
പിന്നെ ഭാര്യയ്ക്ക് ആ ഒരു മെൻറ്റാലിറ്റി എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ വീട്ടിൽ കയറി പറ്റണം, എൻ്റെ മക്കളുടെ കൂടെ ജീവിക്കണമെന്ന്. അവരുടെ ആ ഒരു വേര് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് അവർ പ്രസവിച്ച മക്കളുള്ള സ്ഥലമാണ്. അതിലേക്ക് കയറി പറ്റാനായിട്ട് അവർക്ക് ഒരു ആങ്ങളയുടെ വരവ് കാത്ത് ഇരിക്കേണ്ടി വന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഒരു വീട്ടമ്മയും ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്തിപ്പെടരുത്. അവരുടെ ജീവിതത്തിൽ അവർ ചിട്ടയോടുകൂടി പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ ബാലിശമായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള പൈസ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ ആവുന്നതോ ഒക്കെ നല്ലതാണ്. ഒരു വരുമാനം ഒരു സ്ത്രീ ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ലതാണ്. പക്ഷേ തങ്ങളുടെ കയ്യിലുള്ള വരുമാനത്തിനെ തങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത്, കാറ് വാങ്ങണോ, കാർ എങ്ങനെ ഉപയോഗിക്കണം, ഇങ്ങനെ നമ്മൾ ചെയ്യണ്ട, നമുക്ക് ഇന്നത് വരും എന്ന് അയാൾ കറക്റ്റ് ചെയ്യുമ്പോൾ ഓക്കെ. അതിനെ ഓവർകം ചെയ്തിട്ട് എനിക്ക് കാർ എടുത്ത് പാറണം എന്ന് പറയുന്നതൊക്കെ ആ ജീവിതത്തിന് തന്നെയല്ലേ. പിന്നെ മൂത്ത പെൺകുട്ടി, ഇത്രയും വലിയൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പരീക്ഷാ സമയത്തൊന്നും ഈ അമ്മ അവിടെ ഇല്ല എന്നല്ലോ. നമ്മളുടെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈം ടൈമിൽ നമ്മളവിടെ വേണം എന്ന് നിഷ്കർഷിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും അവിടെ നിന്ന് നമ്മൾ മാറി നിൽക്കാൻ പാടില്ല. അത് ആ വീട്ടമ്മയുടെ പിന്നീടുള്ള ജീവിതത്തിൽ അവരിപ്പോൾ അവരുടെ സ്വന്തം വീട്ടിൽ സ്വന്തം മക്കളുടെ അടുത്ത് എത്തിയെങ്കിലും ആ പഴയ ഒരു ടോണിലേക്ക് വരാനായിട്ട്, ആ പഴയ ഒരു കെമിസ്ട്രി, ഹസ്ബൻഡും വൈഫും മക്കളും കൂടിയിട്ടുള്ള ആ കെമിസ്ട്രി രൂപാന്തരപ്പെടാൻ ചുരുങ്ങിയത് ഒരു 2-3 ആഴ്ചയും കൂടി വരും. കുട്ടികൾ സ്കൂളിൽ പോയി ആ പഴയ റുട്ടീൻ, അവരും ഭർത്താവും ആ ഒരു സ്നേഹം ഒക്കെ ഒരു 2-3 ആഴ്ച കൂടി അതൊക്കെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി വന്നു. ഇനിയെങ്കിലും ഇത്തരം അവസരങ്ങൾ ഇതൊക്കെ ഇവർ ഈ തമ്പനയിലായിട്ട് യൂട്യൂബിൽ ഇടുന്നുണ്ട്. ഇവരുടെ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഒരുവിധം ഇവർ യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ഫാമിലി വ്ളോഗേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ്, പ്രത്യേകിച്ചും സ്ത്രീകൾ, അവനവൻ്റെ ജീവിതത്തിൻ്റെ സ്വകാര്യത, ദാമ്പത്യത്തിലുള്ള പ്രശ്നങ്ങളുടെ സ്വകാര്യത നമ്മുടെ കുഞ്ഞുങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും യൂട്യൂബിൽ കിടന്ന് തല്ലി വെളുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.